subscribe. We're in this together. We're a community team. Let's make it better. What's the latest trend? Gotta post a selfie with a clever caption. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ബാക്ക് ടു മൈ റുട്ടീൻ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. ഇപ്പോൾ ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും അതുപോലെ ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ഷോർട്സ് പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു ഡേ വീഡിയോ ആണെങ്കിൽ അടുത്ത ഡേ ഷോർട്സ് അങ്ങനെ. കാരണം ഞാൻ കുറച്ച് ഡേയ്സായിട്ട് അല്ലെങ്കിൽ ഒരു 1.5 വീക്കായിട്ട് ഞാൻ വീഡിയോസ് കാര്യമായിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂസ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കാം, നമ്മുടെ ഗ്രോത്തിനെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു, ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മെഷീനിൽ കുറച്ച് ഉണക്കാനുണ്ടായിരുന്നു, അത് ഉണക്കി. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്തു. സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ. പക്ഷേ ഒരു ലൈറ്റായിട്ടൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമും ഇട്ടും. എല്ലാം ഭയങ്കര മൈൽഡാണ്, അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ യൂസാക്കിയത്. പിന്നെ നമ്മൾ അയലിടാനുള്ള സംഭവങ്ങളൊക്കെ അയലിട്ടു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ല. ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എമ്മി ബേബി എണീറ്റു. അവനുള്ള ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അവനുള്ള ഫുഡ് കൊടുത്തു. പിന്നെ ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, സുഹൂറിൻ്റെ പാത്രങ്ങൾ അതേ പടിയിട്ടിട്ട് കിടക്കുന്ന ഒരു റൊട്ടീൻ ആണ് എൻ്റേത്. ഞാൻ നിങ്ങളടുത്ത് ആരടുത്തും അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല കേട്ടോ. എൻ്റെ റൊട്ടീനാണ് ഞാൻ പറഞ്ഞത്. കാര്യം എനിക്ക് നല്ല മടിയാണ് ആ സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് കിടക്കുക എന്നുള്ളതിനോട്. എനിക്ക് നല്ല മടിയാണ്. ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വിചാരിക്കും, നാളെ ആ സമയത്ത് തന്നെ എനിക്കിതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം എന്ന്. ബട്ട് ഐ കാണ്ട്, എന്നെക്കൊണ്ട് പറ്റാറില്ല. ഞാൻ ആ സമയമാകുമ്പോഴത്തേനും എനിക്ക് അതിൻ്റെ ഉറക്കം വന്നിട്ട്, നമ്മളതിന് മുമ്പ് ഉറങ്ങുന്നില്ലല്ലോ. നമ്മളിവിടെ അതായത് സുഹൂറിൻ്റെ ഫുഡ് കഴിച്ച് അത്താഴം കഴിച്ച ശേഷമാണ് നമ്മൾ ഉറങ്ങുന്നത്. പിന്നെ രാവിലെ ചിലപ്പോൾ ഒരു 2 മണി 2:30 ചിലപ്പോൾ 1 മണി ആ ഒരു സമയത്ത് പിന്നെ എണീക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു റൊട്ടീൻ. അതുകൊണ്ട് തന്നെ സുഹൂറ് വരെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് അത്താഴം കഴിച്ച് നമസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറക്കം വരും. പിന്നെ ഇതും കൂടി മോറി അല്ലെങ്കിൽ കഴുകി വെക്കാനുള്ള ഒരു ക്ഷമ, പേഷ്യൻസ് എനിക്കുണ്ടാവാറില്ല, സോറി. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോഴത്തെ ഫുഡിൻ്റെ പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഐ ലൈക്ക് ഇറ്റ്. എന്നെക്കൊണ്ട് പറ്റാറില്ല, സോ ഐ അപ്രിഷ്യേറ്റ് യു. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ബാക്കി പരിപാടികളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജ്യൂസ് ഒരാൾ അടിക്കുന്നുണ്ട്, സ്ട്രോബെറി ജ്യൂസ് എമ്മി ബേബി അടിക്കുന്നുണ്ട് കേട്ടോ. സോ സെറ്റ്. അപ്പോൾ ജ്യൂസ് അടിക്കാനുള്ള ആൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരാൾ ഇവിടെ ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഒണിയന് കാക്കു കട്ട് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ ജോലി ചെയ്ത് തരും കേട്ടോ. നമ്മൾ ഒറ്റക്കൊന്നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടിയാണ് മിക്ക ഡേയ്സിലും ചെയ്യാറ്. പിന്നെ അധികം പണികളൊന്നും ഇല്ലാത്ത ഡേയ്സ് മാത്രമാണ് ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ ഉണ്ടാവാറ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇന്ന് ഫുഡ് കൂന്തളാണ് കേട്ടോ. കൂന്തൽ ഫ്രൈയും ദോശയാണ്. കൂന്തൽ ഫ്രൈ, ദോശ, പിന്നെ ജ്യൂസ് കാര്യങ്ങൾ. പൊരി ഇന്ന് ഉണ്ടാക്കുന്നില്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. എണ്ണക്കടി അധികം യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പൊരിയെ മാറ്റി നിർത്തിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പോൾ കൂന്തൽ ഫ്രൈ ചെയ്യുകയാണ്. കൂന്തൽ ഇന്നലെ എൻ്റെ ബ്രദർ പുറത്ത് പോയപ്പോൾ അവൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂന്തൽ ഫ്രൈ ചെയ്യാണ്. കൂന്തൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂന്തലും ദോശയും നമ്മളങ്ങനെ മിക്ക ഡേയ്സിലും നമ്മൾ ചിക്കൻ ബീഫ് അങ്ങനെ തന്നെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് കൂന്തലായി ചിലപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ ആദ്യമായിട്ടാണ്, ഫിഷ് ആദ്യമായിട്ടാണ് നമ്മൾ നോമ്പിന് കഴിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ ചെയ്യാണ്. അങ്ങനെ ഉള്ളി കാര്യങ്ങളൊക്കെ കാക്കു കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ കൂന്തൽ ഫ്രൈ ചെയ്തു. പിന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശ ചൂടാണ്. പിന്നെ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് വീഡിയോസ് എടുക്കുന്നതെങ്കിലും ഇവിടെ ഒരു തിരിയുന്ന കസാലയൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണിൽ. നമുക്ക് വെയ്യാണ്ടാവുമ്പോൾ അവിടെ ഇരുന്ന് തിരിയുക. ഇത് കാക്കു സ്ട്രോബെറി ഒക്കെ റെഡിയാക്കി കഴുകി വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്ക ഡേയ്സിലും ദോശ ചുടാനുള്ള കാരണം എനിക്ക്
സത്യം പറയാമല്ലോ, എനിക്ക് ദോശയാണ് കാര്യമായിട്ട് ഉണ്ടാക്കാൻ അറിയുള്ളൂ. പത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇൻഷാ അല്ലാ പഠിക്കണം, അതും കൂടെയൊക്കെ ഇനി പഠിക്കാനുള്ളൂ, പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അധികം വലിച്ചു നീട്ടുന്നില്ല, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ക്യാൻ ലൈക്ക് മൈ വീഡിയോസ്, don't forget to subscribe. Thank you. Bye bye. Love you all. Thank you.